47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്കിവിടെ ഒന്നുമില്ല. ഏപ്രിലോ മെയിലുള്ള ആ ഇലക്ഷൻ സമയത്ത് വെടിയേറ്റ് മരിച്ചു. സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ പ്രൈവറ്റൈസേഷൻ എതിരാണ്. ഹായ്, മൈസൂർ ശരണ്യ ഫ്രം ജാക്ക് കൺസ്ട്രക്ഷൻസ്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വിൻസെന്റ് സാറാണ്. കമ്പനിയുടെ ചെയർമാനും അതേപോലെ തന്നെ ഗവൺമെന്റ് സർവീസിലിരുന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറായി റിട്ടയർ ആയ ആളാണ്. സർ, എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത് വിഴിഞ്ഞം പോർട്ടിനെ പറ്റിയാണ്. നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ലാൻഡ് നമ്മുടെ ഗവൺമെന്റിന്റെ ആണ്, സ്റ്റേറ്റിന്റെ ആണ്. അതേപോലെ നമ്മുടെ കടൽ തീരം സ്റ്റേറ്റിന്റെ ആണ്. നമ്മൾ കൊടുക്കുന്ന ആക്സസ്, അതായത് റെയിൽവേ ആക്സസും അതേപോലെ ട്രാൻസ്ഫോർമറിന്റെ ആക്സസും എല്ലാം നമ്മുടെ സ്റ്റേറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫുൾ ഒരു സ്റ്റേറ്റ് കൺട്രോളിലുള്ള സ്ഥലമാണ്. പിന്നെ എങ്ങനെയാണ് അദാനി ഇതിലോട്ട് വന്നത്? അതായത് നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടി കഴിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടില് വികസന പ്രവർത്തനം കണ്ടമാനം ചെയ്യട്ടെ. കാരണം 47 സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമുക്കിവിടെ ഒന്നുമില്ല. കുറേ റോഡുകൾ പണിയണം, കുറേ പാലം പണിയണം, ഡാം പണിയണം, പല പല കാര്യങ്ങൾ പണിയണം. അപ്പോൾ ഗവൺമെൻറ്റിന് റിസോഴ്സ് കുറവാണ്. അപ്പോൾ ഈ റിസോഴ്സ് കുറഞ്ഞ സമയത്ത് പ്രൈവറ്റൈസേഷനിലോട്ട് പോവുക എന്നുള്ള ഒരു PPP എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? എന്താണ് PPP? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ്. അതെ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലോട്ട് പോകണം എന്നുള്ള ഒരു ചിന്ത ആഗോളതലത്തിൽ വരുന്നത് 90s-ലാണ്. 1990-97. ഇന്ത്യയിൽ ഗ്ലോബലൈസേഷൻ്റെ ഒരു പ്രസക്തി വരുന്ന യഥാർത്ഥത്തിൽ നമ്മൾ കൃത്യമായിട്ടൊരു ഡേറ്റ് എടുക്കാൻ പറ്റും. രാജീവ് ഗാന്ധി മരിച്ചത് ഏത് വർഷമാണ്? രാജീവ് ഗാന്ധി 1991 മെയ്യിൽ, ഏപ്രിലോ മെയിലുള്ള ആ ഇലക്ഷൻ സമയത്ത് വെടിയേറ്റ് മരിച്ചു. അതിനുശേഷം വന്ന പ്രൈം മിനിസ്റ്റർ എന്ന് വെച്ചാൽ PV നരസിംഹറാവു. അദ്ദേഹമാണ് ഗവൺമെൻറ്റിൻ്റെ പോളിസി, അതായത് എല്ലാം സർക്കാരിൽ കേന്ദ്രീകൃതമായ ഗവൺമെൻറ് പോളിസിയെ പിന്നെ 3 മെത്തേഡിൽ തിരിച്ച് റിവേഴ്സ് വരുന്നത്. അത് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ഗ്ലോബലൈസേഷൻ, അതായത് ആഗോളവൽക്കരണം, കമ്പോളവൽക്കരണം, സ്വകാര്യവൽക്കരണം. അപ്പോൾ ആഗോളവൽക്കരണത്തിൻ്റെ പ്രസക്തി എന്താ? ആഗോളവൽക്കരണം എന്ന് പറയുമ്പോൾ പിന്നെ ലോകത്ത് പല രാജ്യങ്ങൾക്കും റിസോഴ്സസ് ഉണ്ട്. പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിലാണ് ലോകത്തിൻ്റെ പല വ്യഞ്ജന കാര്യങ്ങൾ, അതായത് സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏലം, കുരുമുളക്, ഇതിൻ്റെയൊക്കെ സ്പൈസസിൻ്റെ ലോകത്തിൻ്റെ 50-60% ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മളാണ്. നമ്മുടെ കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ ആ സ്പൈസസിൻ്റെ ഇൻക്ലൂഡിങ് കശുവണ്ടി ഉൾപ്പെടെയുള്ള ആ കൺസപ്ഷൻ്റെ കുറച്ചേ ഉള്ളൂ. അന്ന് എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മളാരും കഴിക്കില്ല, കാരണം ഇത് ഭയങ്കര വിലപിടിപ്പുള്ള സാധനമല്ലേ. അപ്പോൾ ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതുപോലെ മറ്റ് പല രാജ്യങ്ങളിൽ അരി, ഗോതമ്പൊക്കെ ഉണ്ട്, അത് നമ്മുടെ നാട്ടിലോട്ട് വരണം. അപ്പം ഒരു ഗ്ലോബ് ആസ് എ വൺ നേഷൻ എന്നുള്ള നിലയിൽ അധികമുള്ളത് അങ്ങോട്ട് കൊടുക്കുക, ഇങ്ങോട്ട് വരിക. അങ്ങനെ ഗ്ലോബൽ എക്സ്ചേഞ്ച്. ദെൻ പ്രൈവറ്റൈസേഷൻ വരുന്നത് റിസോഴ്സസ് പിന്നെ പണിയാൻ വേണ്ടി സർക്കാരിന് ലാൻഡും എല്ലാം ഉണ്ട്. ആ കാലത്ത് 90s ലാൻഡൊക്കെ വളരെ ചീപ്പ് ലാൻഡാണ്. ലാൻഡുണ്ട്, പക്ഷെ പിന്നെ പൈസ ഇല്ല. അപ്പോൾ ഇത് പ്രൈവറ്റ് ആൾക്കാരെ കൊണ്ടുവരുന്ന ആ ഒരു പ്രോസസ്സ്, അതാണ് BOT, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്നുള്ള നിലയിൽ വന്നു. PPPയുടെ ഒരു പ്രസക്തി അങ്ങനെയാണ്. ഇതിൽ കുറേ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പിന്നീട് വന്ന PPP മോഡലനുസരിച്ച് വന്നാണ് അദാനി. പോർട്ട് വന്നത് അദാനിയാണ്. അദാനി അവിടെ വന്നിട്ട് എന്തൊക്കെയാണ് അവിടെ ഓപ്പറേഷൻസ് നടത്തുന്നത്? അദാനിയുടെ ഒരു ഓപ്പറേഷൻസ് എങ്ങനെയാണ് അവിടുത്തെ? അത് ഈ PPP തന്നെയും നമുക്ക് 2 ഗവൺമെന്റ് ഉണ്ട്, അറിയാമല്ലോ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഗവൺമെന്റ്. അപ്പോൾ ഈ എല്ലാ ലാൻഡും കാര്യങ്ങളും ഹോൾഡ് ചെയ്യുന്നത് ലാൻഡ് ഓണേഴ്സ് സ്റ്റേറ്റ് ഗവൺമെന്റാണ്. ഇൻവെസ്റ്റ്മെന്റിന്റെ ഫണ്ടിങ് എല്ലാം ഉള്ളത് കേന്ദ്ര ഗവൺമെന്റാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് പൈസ. അപ്പോൾ ഇതിൽ ഈ വിഴിഞ്ഞം പോർട്ട് എന്നുള്ളത് പിന്നെ ഒരു PPP മോഡല്, ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ. ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ട്രാൻസ്ഫർ എന്നുള്ള നിലയ്ക്ക് അവർ ബിൽഡ് ചെയ്യുന്നു, അവർ ഓപ്പറേറ്റ്. അപ്പോൾ ഡിസൈൻ കാര്യങ്ങളെല്ലാം ഗവൺമെന്റ് കൊടുക്കുന്നു. ആ നിലയ്ക്ക് ഗ്ലോബൽ ടെൻഡർ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആദ്യമൊക്കെ ചൈനീസ് കമ്പനികളാണ് വന്നത്.
അപ്പോൾ അത് പിന്നെ സെലക്ട് ചെയ്തില്ല, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ക്ലിയറൻസ് തന്നില്ല. അപ്പോൾ ഇതിൻ്റെ ടെൻഡറിങ് ഒക്കെ നടക്കുന്നത് എപ്പോഴാ, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന 2010 മുമ്പ്, അതെ 2008-09 അതിന് VS അച്യുതാനന്ദനായിരുന്നു മുഖ്യമന്ത്രി. ആ സമയത്ത് ടെൻഡർ കഴിച്ച ചൈനീസ് കമ്പനി കോട്ട് ചെയ്തു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കൊടുത്തില്ല. പിന്നീട് പിന്നെ വന്നപ്പോൾ നമ്മുടെ അദാനിയൊക്കെ ആ സമയത്താണ് ക്വാളിഫൈഡ് ആവുന്നതെന്ന് തോന്നുന്നു. 2012 ഇല്ല 12 ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് ടെൻഡർ ചെയ്തത്. ഉമ്മൻചാണ്ടി ഗവൺമെൻറ് കാലം എന്ന് പറയുമ്പോൾ ടെൻഡർ അക്സെപ്റ്റ് ചെയ്യുന്ന സ്റ്റേജ് വരുമ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ ഈ BJP ഗവൺമെൻറ് മോദി അധികാരത്തിൽ വന്നു. അപ്പോൾ ആ വിഴിഞ്ഞം ഹാർബറിന് നമുക്ക് ഒരു ഐഡിയൽ പിന്നെ ഭരണ സംവിധാനം അന്നേരം നിലവിൽ വന്നു. അതായത് പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈ പ്രൈവറ്റൈസേഷൻ എതിരാണ്. ഇടതുപക്ഷ സർക്കാരാണെങ്കിൽ എതിരാണ് ആൾവേസ്. കാരണം പ്രൈവറ്റൈസേഷന് ഇടതുപക്ഷം എതിരാണ്. പിന്നെ UDF അത്രയും എതിരല്ല. UDF അണികൾ പ്രൈവറ്റൈസേഷൻ വേണം, കാരണം പ്രൈവറ്റൈസേഷൻ കൊണ്ടുവന്നത് കോൺഗ്രസ് കേന്ദ്രത്തിലിരുന്നപ്പോൾ തന്നെയാണ്. പിന്നെ അദാനി ക്വാളിഫൈഡ് ആകുന്ന വർഷം അദാനി ഈ നമ്മൾ പ്രൈവറ്റൈസേഷൻ ഗ്ലോബൽ ടെൻഡർ വെച്ച് അപ്രൂവലിന് അയക്കുമ്പോഴാണ്, അതിനുശേഷമാണ് എൻവയൺമെൻറ്റൽ ക്ലിയറൻസ്, SIA സോഷ്യൽ ഇമ്പാക്ട് അസസ്മെൻറ്റ് ഇതൊക്കെ നടത്തേണ്ടതും അതിന് ക്ലിയറൻസ് പറഞ്ഞു കൊടുക്കേണ്ടത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പലപ്പോഴും പിന്നെ ഒരു താല്പര്യമില്ലാത്ത പ്രോജക്ട്സിന് ഈ ക്ലിയറൻസിൽ കണ്ടമാനം സ്ട്രിക്റ്റ് ആയി കഴിഞ്ഞാൽ ക്ലിയറൻസ് കിട്ടില്ല. അപ്പം ഗവൺമെൻറ് വിഴിഞ്ഞം പോർട്ടിന് നമ്മൾ ആ സബ്ജക്റ്റിലോട്ട് പോവുകയാണെങ്കിൽ കൂടുതൽ പറയണ്ടേ. വിഴിഞ്ഞം പോർട്ടിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പോർട്ട് ചലഞ്ച് ചെയ്യുന്നത്, വിഴിഞ്ഞം പോർട്ട് ഇസ് എ മദർ പോർട്ട്, ചലഞ്ച് ചെയ്യുന്നത് പിന്നെ കൊളംബോ പോർട്ടിനെയും ദുബായ് പോർട്ടിനെയുമാണ്. അപ്പം പിന്നെ കുറച്ച് ചെറിയ കണ്ടെയ്നർ മൂവ്മെൻറ്റ് വല്ലാർപാടത്തെയും നമ്മൾ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം ട്രിവാൻഡ്രത്ത് വരുന്നത് നമ്മുടെ ജാക്ക് കൺസ്ട്രക്ഷൻ, ജാക്ക് ഇമ്പോർട്ട്സ് തന്നെ ആദ്യം ഇറക്കിയ കണ്ടെയ്നറുകൾ പിന്നെ വന്നത് ചൈനയിൽ നിന്ന് നമ്മൾ സാധനം എടുത്തു, കൊളംബോയിൽ വന്നു, മെയിൻ പോർട്ട് കൊളംബോയിൽ വന്നു, അവിടെ നിന്ന് വല്ലാർപാടത്ത് കൊച്ചിയിൽ വന്നു, അവിടെ നിന്ന് ട്രക്കിലാണ് ഇവിടെ വന്നത്. അപ്പോൾ ഈ കൊളംബോ പോർട്ടിൻ്റെയും കൊച്ചിൻ പോർട്ടിൻ്റെയും ദുബായ് പോർട്ടിൻ്റെയും ഇൻട്രസ്റ്റിന് വിരുദ്ധമാണ് ഇവിടെ ഒരു മദർ പോർട്ട് വരുന്നത്. സോ ദേ ഹാവ് ഇൻഫ്ലുവൻസ് ഇൻ ഡൽഹി. ഈ കൊളംബോ പോർട്ടും പിന്നെ വല്ലാർപാടവും സ്പോൺസർ ചെയ്തിരിക്കുന്നത്, അതായത് PPP മോഡലിൻ്റെ സർവീസ് പ്രൊവൈഡർ, കൺസെഷണർ അദാനിയെ പോലെ കൊളംബോ പിന്നെ ദുബായ് പോർട്ടാണ്. അവർക്ക് കോൺഗ്രസ് ഉള്ളപ്പോൾ അവിടെ ഇത് വരും. അപ്പോൾ കോൺഗ്രസ് ഉള്ളപ്പോഴാണെങ്കിൽ ഇവിടുത്തെ കേന്ദ്രത്തിലുള്ളപ്പോൾ ഇവിടുത്തെ ഇത് അംഗീകരിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ഇവിടെ പിന്നെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ് ടെൻഡറൊക്കെ വിളിക്കാനുള്ള താല്പര്യമുള്ള ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഉണ്ടായി. കേന്ദ്രത്തിലോട്ട് അയച്ചപ്പം ഈ അദാനി കോട്ട് ചെയ്തു. അദാനിയെ ഉൾക്കൊള്ളുന്ന, അദാനിയെ സപ്പോർട്ട് ചെയ്യുന്ന കേന്ദ്രം അവിടെ വന്നു. അതായത് ദുബായ് പോർട്ടിൻ്റെ ഇൻഫ്ലുവൻസിൽ വീഴാത്ത ഒരു കേന്ദ്ര സർക്കാരുണ്ട്. സോ ഇറ്റ് ഈസ് ടെൻഡർ അക്സെപ്റ്റ് ചെയ്ത് ഇറ്റ് ഈസ് മെറ്റീരിയലൈസ്ഡ്. ക്ലിയർ ആയോ? മനസ്സിലായോ? അപ്പോൾ അതൊരു ഐഡിയൽ, ഞാൻ എപ്പോഴും പറയും, അദാനി വരികയും ഡൽഹിയിൽ നരേന്ദ്രമോദി വരികയും ഇവിടെ ഇടതുപക്ഷം ഭരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഐഡിയൽ സമയമാണ് 2014. ഇവിടെ കോൺഗ്രസ്, മനസ്സിലായോ? അതുകൊണ്ട് ഇത് നടന്നു. അല്ലെങ്കിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് നടക്കാത്ത. അടുത്ത സർ, PPP നമ്മുടെ ഈ കേരള ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഫസ്റ്റ് ടൈം കൊണ്ടുവരുന്ന ഒരു പ്രോജക്റ്റ് ആണോ ഈ അദാനിയുടെ നമ്മുടെ വിഴിഞ്ഞം പോർട്ട്? അല്ല, അതാ പറഞ്ഞത്. നമുക്ക് പിന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒരു രണ്ടാമത്തെ പ്രോജക്റ്റാണ് അദാനി പോർട്ട്. ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും മറന്നുപോയിട്ട്, നിങ്ങളൊക്കെ ചെറുപ്പം മറന്നുപോയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കുറച്ച് എൽഡേഴ്സ് അറിയാം, നമുക്ക് നമ്മുടെ നാട്ടിൽ പിന്നെ PPP ഇതെല്ലാം വന്നു തുടങ്ങി, അതിൻ്റെ ഇതെല്ലാം 2001 കാലഘട്ടത്തിലാണ്, 2001 കാലഘട്ടത്തിലാണ്. അപ്പോൾ അന്നേരം പിന്നെ ആദ്യം വന്നാണ് സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോജക്റ്റ്. അതായത് ആളുകൾക്ക് ഇപ്പോൾ പുഞ്ചിലോട് പണിത ബേക്കറി ഫ്ലൈ ഓവർ, പാളയം അണ്ടർപാസ്, 42 കിലോമീറ്റർ സിറ്റി TCRIP, ട്രിവാൻഡ്രം സിറ്റി റോഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. അതാണ് ഫസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ PPP ഇത്. അത് PPPയുടെ
കോൺട്രാക്ടർ നമ്മൾ കൺസെഷണർ എന്ന് പറയും. അദാനി ഈസ് ദ കൺസെഷണർ ടു വിഴിഞ്ഞം പോർട്ട്. TCRIPയുടെ കൺസെഷണറായിട്ട് അന്ന് ടെൻഡർ ചെയ്തപ്പോഴത്തേക്ക് 130 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് പ്രോജക്റ്റാണ്. അത് പിന്നെ കൺസ്ട്രക്ട് ചെയ്ത് 15 വർഷം മെയിൻറ്റെയിൻ ചെയ്ത് പിന്നെ തിരിച്ചടക്കേണ്ട ഇത് പല സ്റ്റേജിലായിട്ട് 300 കോടി രൂപയുടെയാണ്, ഏകദേശം 300 കോടി. അപ്പോൾ അത് പുഞ്ച് ലോയ്ഡ് കമ്പനിയാണ് അത് വന്നത്. പുഞ്ച് ലോയ്ഡ് എന്ന് വെച്ചാൽ പുഞ്ച് എന്ന് പറയുന്നത് ഗുജറാത്തിലെ സം പ്ലേസാണ്. ലോയിഡ് കമ്പനി എന്ന് വെച്ചാൽ അമേരിക്കയിലുള്ള കമ്പനിയാണ്. ഇങ്ങനെ ഈ കൺസൾട്ടിങ് ഫേമും ലോയിഡ് കൺസൾട്ടിങ് ഫേമും പുഞ്ച് ലോയ്ഡ് അവരുടെ കോൺട്രാക്ടിങ് ഫേമും ഇവർ രണ്ടുപേരുടെയും ക്വാളിഫിക്കേഷൻ PQ എന്ന് പറയും, പ്രീ ക്വാളിഫിക്കേഷൻ വെച്ച് അവർ കിട്ടിയതാണ്, എടുത്തതാണ്. അപ്പോൾ അതിൽ എപ്പോഴും ഈ SPV എന്ന് പറയും, സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ. അതായത് അവർക്ക് പുഞ്ചിലോട്ട് കിട്ടിയതിന് ശേഷം ദേ ഹാവ് ടു ഫോം എ കമ്പനി ഫോർ ദ TCRIP കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് ഇംപ്ലിമെൻറ്റേഷൻ. അങ്ങനെ ഒരു കമ്പനി ഫോം ചെയ്ത് TRDCL, ട്രിവാൻഡ്രം റോഡ് ഡെവലപ്മെൻറ്റ് കമ്പനി ലിമിറ്റഡ്. അപ്പോൾ അവരാണ് പണിതത്. പിന്നെ ഇതിലൊരു ഇതുണ്ട്, PPP മോഡോ പിന്നെ മറ്റൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള ഒരു കണ്ടീഷനാണ് പിന്നെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് കനോട്ട് പ്രൊമോട്ട് PPP മോഡ് പ്രോജക്റ്റ്. കാരണം ഈ PPP മോഡ് പ്രൈവറ്റ് ഇപ്പോൾ പുഞ്ചിലോട് വരുമ്പോൾ ഈ ഓർഗനൈസേഷന് ബാങ്കിലായിരിക്കണം അക്കൗണ്ട്, ട്രഷറിയിലായിരിക്കരുത്. അതായത് ഡിപ്പാർട്ട്മെന്റിനാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് ട്രഷറിയിൽ, അപ്പോൾ കേരള ഗവൺമെന്റിന് ഇപ്പോൾ പൈസ ഇല്ലാതായി, പെട്ടെന്ന് എന്തെങ്കിലും കാരണത്താൽ സാമ്പത്തിക പ്രശ്നം വന്നു കഴിഞ്ഞാൽ കോൺട്രാക്ടേഴ്സിന്റെ പേയ്മെന്റ് തടസ്സപ്പെടുത്തും. അപ്പോൾ PPPയിൽ ഒരു പുഞ്ചിലോട് വന്ന് PWDയുടെ വർക്ക് PPPയിൽ എടുത്തു കഴിഞ്ഞാൽ they are not having guarantee that government will ആ എല്ലാ സമയത്തും പൈസ ഉണ്ടെങ്കിലും ഇത് കൊടുക്കുമെന്നുള്ളതിന് ഉറപ്പില്ല. അപ്പം അതുകൊണ്ട് പിന്നെ 2000-ലാണ് നമുക്കിവിടെ കുറേയധികം ആക്റ്റുകൾ നിലവിൽ വന്നു. ഹൈവേ പ്രൊട്ടക്ഷൻ ആക്ട്, പിന്നെ ടോൾ ആക്ട്, പിന്നെയും ഈ ആക്റ്റുകൾ നിലവിൽ വന്നപ്പോൾ അതിൻ്റെ കൂടെയാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് എന്ന് പറഞ്ഞിട്ട്, അതായത് PPP മോഡ് ഓഫ് പ്രോജക്റ്റ് കേരളത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ. അതായത് കേരള റോഡ് ഫണ്ട് ബോർഡ് ഈസ് വാട്ട് ഞങ്ങൾ പറയുന്നത് ഇസ് എ മില്ലേനിയം ബേബി ഓഫ് കേരള PWD. PPP ചെയ്യാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പം ആ സമയത്ത് എല്ലാവരും ഞാൻ ഈ റോഡ് ഫണ്ട് ബോർഡിൻ്റെ പ്രോജക്ട് ഡയറക്ടർ എന്നില്ല. പ്രോജക്ട് ഡയറക്ടർ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പുള്ള പ്രോജക്ട് എഞ്ചിനീയർ, സൂപ്പർ എഞ്ചിനീയർ കേഡറിലുള്ള ആൾ അതിൽ വർക്ക് ചെയ്യണം. അതിൻ്റെ പ്രോജക്ട് ഡയറക്ടറുടെ ചാർജ് ഉള്ള ആൾ ഞാനാണ്. അപ്പം ഐ ആം സൈനിങ് എഗ്രിമെൻറ്റ്. PWD സെക്രട്ടറി എനിക്ക് മുകളിൽ, PWD സെക്രട്ടറി ടോം ജോസ് സാർ എനിക്ക് മുകളിൽ, PWD സെക്രട്ടറിയാണ് IAS സാർ. അപ്പോൾ സാറും ഞാനുമാണ് ഇത് ഞങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. വി ആർ ഓപ്പറേറ്റിംഗ് ഇൻ ദ TCRIP. സാർ, നമുക്കിപ്പോൾ റോഡിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം സിറ്റി തന്നെ എടുക്കാം. നമുക്ക് ഒരുപാട് റോഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്, അതേപോലെ കോർപ്പറേഷൻ റോഡുണ്ട്. നമ്മളിപ്പം ഈ പറഞ്ഞതുപോലെ 2 ഗവൺമെന്റ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്. അപ്പൊ ഈ റോഡ്സ് ഒക്കെ ആരാണ് ഈ പരിപാലിക്കുന്നത്? ഏതൊക്കെ റോഡ്സ് ആർക്കൊക്കെയാണ് ഡിവൈഡ് ചെയ്ത് അവർ നോക്കി പോകുന്നത്? അത് നമ്മുടെ ഞാൻ പറഞ്ഞ ഗവൺമെന്റുകൾ 2 ഉണ്ട്, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്. അതേപോലെ അതിന് താഴെയുള്ളതാണ് LSGD, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്. 3 ടയർ ലെവലിലാണ് നമ്മുടെ ഭരണ സംവിധാനം വരുന്നത്. ഇതേ സംവിധാനം തന്നെയാണ് അമേരിക്കയിലുള്ളത്. വലിയ രാജ്യങ്ങൾക്കെല്ലാം അങ്ങനെയാണ്. ചില രാജ്യങ്ങളിൽ അങ്ങനെ വരണമെന്നില്ല. അമേരിക്കയിൽ, ഇന്ത്യയിൽ 3 ടയറിലാണ്. അപ്പോൾ റോഡും ഈ 3 ഭരണവിഭാഗവും കസ്റ്റഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന റോഡുകളുണ്ട്. അപ്പോൾ റോഡുകളിൽ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, നമ്മൾ ഹയസ്റ്റ് നിന്ന് എടുക്കുകയാണെങ്കിൽ നാഷണൽ ഹൈവേ ആൻഡ് എക്സ്പ്രസ് ഹൈവേ. എല്ലാം നാഷണൽ ഹൈവേ തന്നെയാണ് എക്സ്പ്രസ് ഹൈവേ ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നത്. അപ്പം നാഷണൽ ഹൈവേ ആൻഡ് എക്സ്പ്രസ് ഹൈവേ, ദെൻ വരുമ്പോൾ സ്റ്റേറ്റ് ഹൈവേ, ദെൻ മേജർ ഡിസ്ട്രിക്ട് റോഡ്, അതർ ഡിസ്ട്രിക്ട് റോഡ്, വില്ലേജ് റോഡ്സ് ആൻഡ് ലൈൻസ് ഒക്കെയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെയുള്ള വില്ലേജ് റോഡും ലൈനും കോർപ്പറേഷനാണ് മെയിൻറ്റെയിൻ ചെയ്തത്. പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്തായിരിക്കും. കോർപ്പറേഷൻ
പഞ്ചായത്ത് തന്നെ 3 രീതിയുണ്ട്. ജില്ലാ പഞ്ചായത്തുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ഗ്രാമപഞ്ചായത്തുണ്ട്. അപ്പം റോഡുകൾ, കോർപ്പറേഷൻ ലൈനും കാര്യങ്ങളെല്ലാം ഗ്രാമപഞ്ചായത്തിൻ്റെ ഇതിലാണ് തന്നെയാണ് വരുന്നത്. PMGSY റോഡുകളൊക്കെ ഇത്. അപ്പം സിറ്റിയിൽ വരുമ്പോൾ കോർപ്പറേഷനാണ് ചെറിയ റോഡുകൾ, ഇപ്പം ലൈനും ഇതൊക്കെ വരുന്നത്. പിന്നെ ഉള്ള PWDയുടെ കയ്യിൽ തന്നെ നേരത്തെ വില്ലേജ് റോഡ് ഉണ്ടായിരുന്നു. അത് നമ്മൾ ബൈ ട്രാൻസ്ഫർ കോർപ്പറേഷന് കൊടുത്തു. അല്ലെങ്കിൽ PWDയുടെ കയ്യിലുണ്ടായിരുന്ന പിന്നെ വില്ലേജ് റോഡുകളെ പിന്നെ അപ്ഗ്രേഡ് ചെയ്ത് ODR ആക്കി, അതർ ഡിസ്ട്രിക്ട് റോഡ്. പിന്നെ ഡിസ്ട്രിക്ട് റോഡുണ്ട്, സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്. ഇത് അത്രയും PWDക്കാണ്. ഈ റോഡുകൾക്ക് പ്രത്യേക ഇത് നമ്മുടെ എഞ്ചിനീയറിംഗ് ഇതുണ്ട്. അതിൽ ഓരോ റോഡിനും ഗ്രേഡിയൻ്റ് ഉണ്ട്. ഗ്രേഡിയൻ്റ് അറിയാമല്ലേ? 1:10 എന്ന് പറയും. സാധാരണ വില്ലേജ് റോഡിന് 1:8 മതി. 8 വണ്ടിക്ക് 8 ഹൊറിസോണ്ടൽ 1 വെർട്ടിക്കൽ, 8 മീറ്റർ നീളത്തിൽ 1 മീറ്റർ പൊക്കാം. ഇതേ പാടുള്ളൂ. ചില ലൈനുകളിൽ അതിനേക്കാളും സ്റ്റീപ്പായിട്ട് വരും. സ്റ്റെപ്പിനെയൊക്കെ ലൈനാക്കിയത് വരും. സ്റ്റെപ്പിന് എങ്ങനെയാണ് 2 times വിഡ്ത്ത്, 1 time 1:2 ആയിരിക്കും. അങ്ങനെയുള്ളതിൽ വണ്ടി കയറത്തില്ല, പക്ഷേ 2 വീലറൊക്കെ ഓടിച്ചങ്ങ് കയറ്റാം. അങ്ങനെയൊക്കെ ഉള്ളത് കോർപ്പറേഷന്. ദെൻ PWDക്ക് അതർ ഡിസ്ട്രിക്ട് റോഡ് ആൻഡ് ഡിസ്ട്രിക്ട് റോഡ്, അതായത് ODR, MDR മേജർ ഡിസ്ട്രിക്ട് റോഡ്, പിന്നെ സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്. ഇത് 3മാണ് ഇത്. നമ്മളിപ്പോൾ ഇവിടുന്ന് ആലോചിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കട ഏത് റോഡാ? മേജർ ഡിസ്ട്രിക്ട് റോഡ്. തിരുവനന്തപുരം നെടുമങ്ങാട് ഏതാണ്? സ്റ്റേറ്റ് ഹൈവേ ആണ്. MC റോഡ് സ്റ്റേറ്റ് ഹൈവേ ആണ്. സോ അത് അണ്ടർ PWD. ട്രിവാൻഡ്രം ആറ്റിങ്ങൽ കൊല്ലം ദേശീയപാത NH ആണ്, നാഷണൽ ഹൈവേ. ട്രിവാൻഡ്രം നാഗർകോവിൽ പഴയ ദേശീയപാത, അത് നാഷണൽ ഹൈവേയുടെ കീഴിൽ. ഇനി നാഷണൽ ഹൈവേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഗവൺമെൻറ് ഓഫ് അതുപോലെ ഒരു ഓർഗനൈസേഷൻ ഇതിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള എല്ലാം മിനിസ്ട്രി എന്ന് പറയും. മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ, അതാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇത്. കേരളത്തിൽ വരുമ്പോൾ കേരള PWD. അപ്പം ട്രാൻസ്പോർട്ടും ഹൈവേയും കൂടെ മിനിസ്ട്രിയുടെ കീഴിലാണ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ. അപ്പം നമ്മുടെ നിതിൻ ഗഡ്കരിയാണ് ഇപ്പം മിനിസ്റ്റർ, കേന്ദ്ര വകുപ്പ് മന്ത്രി. കേരളത്തിൽ ഈ ട്രാൻസ്പോർട്ടിന് വേറെ വകുപ്പുണ്ട്, അതാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടും അവിടെ വരുമ്പോൾ ഇതിൻ്റെ പിന്നെ PWDയുടെ റോഡ്സ് വിങ്. പിന്നെ ഇപ്പം നാഷണൽ ഹൈവേ മെയിൻറ്റെയിൻ ചെയ്യാൻ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേക്ക് എല്ലാ സ്റ്റേറ്റുകളിലും അത് ഫോം ചെയ്ത് വന്നപ്പോൾ പ്രത്യേക എഞ്ചിനീയറിംഗ് വിങ്ങിനെ ഫോം ചെയ്തു. അപ്പം ബൈ ദാറ്റ് ടൈം എനിക്ക് തോന്നുന്നു 50s ആണ് സ്വാതന്ത്ര്യം കിട്ടി. 47 50s വന്നപ്പോൾ കേരളത്തിൽ എഞ്ചിനീയറിംഗ് കമ്മ്യൂണിറ്റി, എഞ്ചിനീയറിംഗ് സ്ട്രെങ്ത്, അതായത് പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിങ് എടുക്കാതെ ഇവിടെ ഇഷ്ടംപോലെ എഞ്ചിനീയേഴ്സ് ഉണ്ടായിരുന്നു PWDക്ക്. അപ്പം PWDയുടെ ഒരു ചീഫ് എഞ്ചിനീയറുടെ കീഴിൽ നാഷണൽ ഹൈവേ വിങ് ഫോം ചെയ്തു. നാഷണൽ ഹൈവേയുടെ വിങ് സ്റ്റേറ്റിൽ. അപ്പം ഇപ്പം ഞാൻ കൂടുതൽ സർവീസുള്ള എനിക്ക് നാഷണൽ ഹൈവേ അല്ല. അപ്പം നാഷണൽ ഹൈവേയിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ ഫൈനാൻഷ്യൽ കൺട്രോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്കാണ്, പൈസ തരുന്നവരാണ്. എൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൺട്രോൾ സ്റ്റേറ്റിനാണ്. എൻ്റെ സാലറിയും എനിക്ക് താഴെയുള്ളവർക്ക് സാലറി ഞാൻ കൊടുക്കുന്നത് സ്റ്റേറ്റിൻ്റെ ഇതിലാണ്. മനസ്സിലായോ? എൻ്റെ അപ്പോയിൻമെൻറ്റ് ഞാൻ ഐ ബിലോങ് ടു ഗവൺമെൻറ് ഓഫ് കേരള എംപ്ലോയി ബട്ട് വർക്കിംഗ് ഇൻ സ്റ്റേറ്റ് ഗവൺമെൻറ്. അപ്പോൾ എപ്പോഴും എൻ്റെ സാലറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഹെഡിൽ നിന്ന് എടുക്കും. പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇതിൻ്റെ കൂടെ ഒരു 25-30% ഒക്കെ അതിൻ്റെ കൂടെ കൊടുക്കും. ഈ എൻ്റെ ശമ്പളം എൻ്റെ പെൻഷൻ കോൺട്രിബ്യൂഷനായിട്ട് എനിക്ക് പെൻഷൻ തരുന്നതല്ലേ ഇതല്ലേ. അപ്പോൾ എൻ്റെ സാലറി ഗവേൺ ചെയ്യുന്നത് സ്റ്റേറ്റിൻ്റെ സാലറി ഫിക്സേഷൻ്റെ ഇതിലാണ്. എനിക്ക് പെൻഷൻ തരുന്നതും സ്റ്റേറ്റിൻ്റെ ഫണ്ടിൽ നിന്നാണ്. കാരണം ഞാൻ നാഷണൽ ഹൈവേ വർക്ക് ചെയ്തപ്പോൾ ഉള്ള പെൻഷൻ എല്ലാം അവിടുന്ന് പെൻഷൻ കോൺട്രിബ്യൂഷൻ എല്ലാം വാങ്ങിച്ചിരുന്നു. പിന്നെ വർക്ക് ചെയ്യുമ്പോൾ നാഷണൽ ഹൈവേയുടെ വർക്ക് നമ്മൾ സാങ്ഷനാക്കി കിട്ടിക്കഴിയുമ്പോൾ സ്റ്റേറ്റല്ലേ ചെയ്യുന്നത്, സ്റ്റേറ്റ് എഞ്ചിനീയേഴ്സ് അല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് റോളർ ഉണ്ടെങ്കിൽ, സ്റ്റേറ്റിൻ്റെ റോളർ ഉണ്ടെങ്കിൽ ആ റോളറായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാൻ വേണ്ടി ഓവർ ഹെഡ് ചാർജ് പോലെ സെൻറ്റേജ് ചാർജ് നമ്മൾ ഈടാക്കും. 1 കോടി രൂപയുടെ വർക്ക് ചെയ്യണമെങ്കിൽ 22.5% ഓവർ ഹെഡ് കൂടെ എടുക്കും. അപ്പോൾ എനിക്കിപ്പോഴും നല്ല ഓർമ്മ ഉണ്ട്. നമ്മൾ
ഡൽഹി ചെന്ന് നാഷണൽ ഹൈവേ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് അവിടെ ചെന്നിട്ട് 1 കോടി രൂപയുടെ വർക്ക് സാങ്ഷൻ ചെയ്യും. ഇപ്പം നമുക്ക് അന്നേരം ഞാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരിക്കുമ്പോൾ ഡൽഹിയിൽ പോയി ഇത് പാസ്സാക്കി വരാൻ വേണ്ടി നമുക്ക് അതിനുള്ള ഇതുണ്ട്, ഫ്ലൈറ്റിൽ പോയി വരാനുള്ള പെർമിഷനുണ്ട്. നമ്മൾ ഫ്ലൈറ്റിൽ പോയി തിരിച്ചു വന്ന് ഒരു ദിവസം റെസ്റ്റ് എടുത്ത് പിറ്റേന്ന് 2 ദിവസം കഴിഞ്ഞ് ഓഫീസിൽ ചെല്ലുമ്പോൾ നമുക്കവിടെ സാങ്ഷനായ ഫണ്ട് മുഴുവനും ഇവിടെ വന്നെത്തിയിട്ടുണ്ട്. സെക്രട്ടറി എന്നുള്ള ആൾക്കാർ പറയും, സാർ ആ ഫണ്ട് മുഴുവൻ വന്നു. ആ 1,22,50,000 വന്നു കാണും. മനസ്സിലായോ? അതായിരുന്നു ഫണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് ഇപ്പം ഇരിക്കുന്നവർ പറയുന്നത് ഇപ്പം അത്രത്തോളം അഡ്വാൻസ് ആയിട്ട് പൈസ കിട്ടുന്നില്ല, അതിന് യൂട്ടിലൈസേഷൻ കഴിഞ്ഞിട്ടേ കിട്ടുന്നുള്ളൂ. അത് ഗവൺമെന്റ് ടു ഗവൺമെന്റിന്റെ നമ്മൾ പലതും വായിച്ചിട്ടില്ലേ. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഫണ്ട് പൈസ മറിക്കുക, നമ്മുടെ വീട്ടിലെ കാര്യങ്ങളുണ്ട്. പൈസ നമുക്ക് ഒന്നിന് കിട്ടിയാൽ ആ ഹെഡിലുള്ള ആ പൈസയിൽ ഹെഡ് എഴുതിയിട്ടില്ലല്ലോ, അപ്പൊ മാറി നമ്മൾ തിരിച്ചു ഉപയോഗിക്കുക. അങ്ങനെ പറിക്കാൻ പറ്റുന്നില്ല. ഇതിലുള്ള പൈസ ദിനേറെ കൊടുക്കുന്നുള്ളൂ. ഇപ്പൊ ഈ കിട്ടുന്ന പൈസ ഈ ഒരു പ്രോജക്ട് ഇംപ്ലിമെന്റേഷന് മാത്രമേ യൂസ് ചെയ്യാവുന്നുണ്ടോ? പൈസ അങ്ങനെ യൂസ് ചെയ്യാം, പക്ഷെ ട്രഷറിയിൽ ക്യാഷ് ആയിട്ട് കിടക്കുന്ന ട്രഷറിയിൽ ലിക്വിഡിറ്റി വി വിൽ ഗെറ്റ് ഇല്ലേ. ലിക്വിഡിറ്റി ആൻഡ് ക്യാഷ് എക്സ്പെൻഡിച്ചർ ഇൻകം, ഈ ഫണ്ട് അലോക്കേഷൻ ഇതിനെ ഉപയോഗിക്കാവൂ. പൈസ മറിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ആ മാസം വേറെ സ്റ്റേറ്റിന്റെ വർക്ക് ചെയ്ത കോൺട്രാക്ടർ പൈസ ഇല്ലെങ്കിൽ എടുത്ത് കൊടുക്കാൻ പറ്റും. പക്ഷേ എന്നാൽ ഇതിന്റെ ബില്ല് വരുമ്പോഴത്തേക്കും എവിടെയെങ്കിലും മറിച്ച് തിരിച്ചു തരണം സ്റ്റേറ്റ്. മനസ്സിലായോ? എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാകുമ്പോൾ എനിക്കറിയാം, നമ്മൾ നാഷണൽ ഹൈവേയിൽ കൊടുക്കുന്ന ബില്ലിന് ട്രഷറിയിൽ പൈസ ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യമില്ല. നാഷണൽ ഹൈവേ ഹെഡ് മെൻഷൻ ചെയ്ത് കൊടുത്ത് ഉടനെ പേയ്മെന്റ് കൊടുക്കും. ഇവിടെ കൂടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ ഫണ്ടില്ല. മനസ്സിലായോ? സാർ നേരത്തെ നാഷണൽ ഹൈവേ പറ്റി പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് മുന്നേ ഒരു ടോൾ ആക്ടിനെ പറ്റി പറഞ്ഞു. നമ്മുടെ നാഷണൽ ഹൈവേസിൽ നമുക്കറിയാം ഒരുപാട് സ്ഥലങ്ങളിൽ ടോൾ അവർ പിരിക്കുന്നുണ്ട്. അപ്പം ഈ ആക്ട് നിലവിൽ വരാനുള്ള കാരണം, ഇതെങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത് എന്നുള്ളതൊന്ന് പറയാമോ? അതെ, അഗൈൻ ഞാനിത് പറയാം, 2000-2001 നമുക്കൊരു മില്ലേനിയം ചേഞ്ച് ആണ്. 2000 ഈ പ്രൈവറ്റൈസേഷൻ തന്നെയും 2000 മുമ്പ് ഉണ്ടെങ്കിലും അത് ഇംപ്ലിമെന്റ് ഈ ടോൾ ആക്ട് വന്നത് അതായത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. ഈ എങ്ങനെയാണ് നാഷണൽ ഹൈവേ പ്രൈവറ്റ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വരുമാനം എങ്ങനെയാണ് കിട്ടുന്നത്. അപ്പം അതിൽ നാഷണൽ ഹൈവേയിൽ അവർ കൺസ്ട്രക്ഷൻ കോസ്റ്റ് ലാൻഡ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അക്വയർ ചെയ്ത് കൊടുക്കുന്നു. പിന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പണിയാൻ വേണ്ടിയുള്ള കാശ് മുടക്കുന്നത് ഈ പ്രൈവറ്റ് ഇതാണ്. ഇപ്പൊ അദാനിയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയാണ് എടുത്തിട്ടുള്ളെങ്കിൽ പിന്നെ അവര് മുടക്കുന്നു. പിന്നെ അവർക്ക് പിന്നെ അവര് അതിന്റെ ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ട്, എത്ര കിട്ടുന്നു, എത്ര വർഷം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കുന്ന അതിന്റെ ഇൻട്രസ്റ്റ് പോർഷൻ ഉണ്ട്. പിന്നെ മെയിൻ്റനൻസ് ഉണ്ട്. ഈ കൺസ്ട്രക്ട് ചെയ്ത് ഇവരുടെ കൺസ്ട്രക്ഷനുടെ പീരീഡിൽ 15 കൊല്ലം 20 കൊല്ലം ഒക്കെ ആയിരിക്കും ഇതിന്റെ PPPയുടെ കൺസ്ട്രക്ഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതുവരെയുള്ള മെയിൻ്റനൻസ് ഇവർ ചെയ്യണം. ഇവർക്ക് കൺസെഷണർക്ക് വരുമാനം കിട്ടുന്നത് ടോളിലൂടെ മാത്രമാണ്. മനസ്സിലായോ? ടോളിലൂടെ മാത്രമാണ് വരുമാനം കിട്ടുന്നത്. അപ്പം അതിനുവേണ്ടി നേരത്തെ 2000 മുമ്പുണ്ടായിരുന്ന ടോൾ ആക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ ഇതിലായിരുന്നു. പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു ഡെഫിനറ്റ് ഇതായിട്ട് കൊണ്ടുവന്നു. അത് എനിക്ക് തോന്നുന്നു പിന്നെ 1 കിലോമീറ്റർ പിന്നെ നാഷണൽ ഹൈവേ എക്സ്പ്രസ് ഹൈവേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 1 രൂപ പെർ കിലോമീറ്റർ എന്നുള്ള നിലയ്ക്കായിരുന്നു അന്ന്. അത് റിട്ടേൺ വരുമ്പോൾ 50 പൈസ. അപ്പം നമുക്കിപ്പം നമ്മൾ ചോദിക്കും, ഇവിടെ തിരുവല്ലത്ത് ഇല്ലേ, തിരുവല്ലത്ത് ടോളുണ്ട്. ആ ടോൾ എന്ന് പറയുന്നത് അവർ ഉദ്ദേശിക്കുന്ന അറ്റ്ലീസ്റ്റ് മുക്കോല എന്നെങ്കിലും കോവളം ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് വരുന്ന വാഹനം. പിന്നെ അടുത്ത ടോൾ ഇനി വരാൻ പോകുന്നത് മാമത്തോ അങ്ങനെ വല്ല ആയിരിക്കും. കഴക്കൂട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ പണിയുന്നില്ലേ ഉള്ളൂ മാമത്തോ. അപ്പോൾ ആ മുക്കോല ഭാഗത്തു നിന്ന് വരുന്ന സിറ്റിയിൽ വരുന്നതിന് അതിൻ്റെ കവറിങ് ഡിസ്റ്റൻസ് മേ ബി 20-25 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 30 കിലോമീറ്റേഴ്സ് ആയിരിക്കും. അതൊരു ഡിസ്റ്റൻസ് അവർ അത് ഇൻറ്റു പഴയ 1 രൂപ ഇൻറ്റു ആ 1 രൂപ 2000-ലല്ലേ, അതിപ്പോൾ കൂടി അതിൻ്റെ കോസ്റ്റ് ഇൻഡെക്സ് ഫാക്ടർ എടുത്താൽ ചിലപ്പം 3.5 3.6 ആയിരിക്കും കോസ്റ്റ് ഇൻഡെക്സ്. അപ്പം 3 രൂപ 60 പൈസ 70 പൈസ ആയിരിക്കും. 2000-ൽ 1 രൂപ ഇന്നത്തെ പെർ കിലോമീറ്റർ. അതുകൊണ്ട് മൾട്ടിപ്ലൈ നിന്ന് കിട്ടുന്ന ഇതാണ് ടോളായിട്ട് വരുന്നത്. അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട്. ഈ കാൽക്കുലേഷനിലെ ടോൾ പിരിക്കാവും. അപ്പം അങ്ങനെയാണ് ടോൾ ആക്ട് നിലവിൽ വന്നത്. തിരുവനന്തപുരം ജില്ലയിലുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ
വർക്കുകൾ ഏതൊക്കെയാണ് ടോളിൻ്റെ ഇതിൽ വരുന്നത് ഏതാണ്? നാഷണൽ ഹൈവേ. നമുക്ക് പിന്നെ PPP-യിൽ കൂടുതൽ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വരുന്നത് റോഡ്സ് ആണ്. നാഷണൽ ഹൈവേയിലാണ് ഫസ്റ്റ്. സെക്കൻഡ് വൺ ഈസ് ഹാർബർ. ഇതിനെല്ലാത്തിനും മുൻ ഫ്രണ്ട് ഇരിക്കുന്നതാണ് എയർപോർട്ട്. നമുക്ക് എയർപോർട്ടും നമ്മുടെ എയർപോർട്ട് ആദ്യം എയർപോർട്ടില്ല നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് പണ്ട് പിന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സിവിൽ ഏവിയേഷൻ, അതാണ് CA, ഡിപ്പാർട്ട്മെന്റ് ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിലായിരുന്നു. അപ്പോൾ എയർപോർട്ട്സ് എല്ലാം കൂടെ PPP മോഡ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ, AAI, എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. അപ്പോൾ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് എയർപോർട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്തിനാണ് അപ്പോഴത്തേക്കും എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മുടെ തിരുവനന്തപുരം എയർപോർട്ട് ആണെങ്കിൽ അതിന്റെ ഓണർ രാജാവാണ്. രാജാവ് പുഷ്പവൃഷ്ടി നടത്താൻ വേണ്ടി ആറാട്ട് സമയത്തും പത്മനാഭസ്വാമി പുഷ്പവൃഷ്ടി നടത്താൻ ഒരു ഫ്ലൈയിങ് ക്ലബ്ബ് രൂപീകരിക്കുകയും അപ്പോൾ രാജാവ് നമ്മുടെ തിരുവിതാംകൂർ രാജാവ് എന്ന് പറഞ്ഞാൽ പത്മനാഭദാസനാണല്ലോ. അദ്ദേഹത്തിന്റെ അസറ്റ് മുഴുവനും പത്മനാഭദാസൻ. അപ്പം പത്മനാഭദാസൻ അവിടെ നിന്നുള്ള ആറാട്ട് കടലിൽ പോയി സ്റ്റാച്യുവിനെ കുളിപ്പിക്കുന്ന പോകുന്ന വഴിയാണ് എലാങ് ദ എയർപോർട്ട്. അപ്പം അത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ എയർപോർട്ട് തലസ്ഥാന നഗരത്ത് എയർപോർട്ട് വേണമെന്ന് പറഞ്ഞാൽ വിട്ടുകൊടുത്തതാണ്. അപ്പോൾ അന്നേരം ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, ആറാട്ടിന് പോകുമ്പോൾ പോകുമ്പോൾ വഴിവിടണം. ആ എയർപോർട്ട് പിന്നെ ഇത് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന് വിട്ടുകൊടുത്തു. അത് പിന്നെ എയർപോർട്ട് അതോറിറ്റിക്ക് കൊടുക്കുന്നു പ്രൈവറ്റൈസേഷന്റെ ഭാഗമായിട്ട് വലിയ എതിർപ്പ് ആളുകൾ പറഞ്ഞു. പിന്നെ അങ്ങ് കൊടുത്തു. അങ്ങനെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് ചെയ്തു, ടെൻഡർ ചെയ്തു. അപ്പോൾ LDF ഗവൺമെന്റ് വന്നു, എനിക്ക് തോന്നുന്നു 2016 ശേഷം. അപ്പോൾ ആ ടെൻഡറിൽ വിഴിഞ്ഞത്തിന് അദാനി വന്നു കഴിഞ്ഞപ്പം അദാനിയാണ് ഇതിന്റെ കൺസെഷണർ ട്രിവാൻഡ്രം എയർപോർട്ടിന്റെ. അത് നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണുമല്ലോ, 4-5 വർഷത്തിന് മുമ്പ് വന്നു. അപ്പോൾ പിന്നെ എയർപോർട്ടിൻ്റെ ഇത് കേരള ഗവൺമെന്റ് ഒരു PPP എയർപോർട്ട് നടത്തുന്നതുണ്ട് കേരളത്തിൽ, അറിയാമോ? സിയാൽ, കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. അത് PPP മോഡിൽ ഒരു കമ്പനി രൂപീകരിച്ച് ഗവൺമെന്റ് ഓഫ് കേരള നടത്തുന്നുണ്ട്. കേരളക്കകത്ത് തന്നെ ഒരു കമ്പനി രൂപീകരിച്ച്. അതെ, സിയാൽ ഈസ് എ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ഓൺഡ് ബൈ ഗവൺമെന്റ്. ഇറ്റ്സ് ചെയർമാൻ ഈസ് CM ഓഫ് കേരള. മേജർ സ്റ്റേക്ക് ഹോൾഡർ ഈസ് ലുലു, യൂസഫ് അലി. മേജർ അല്ല, അതായത് ഇപ്പൊ പ്രൈവറ്റ് ഷെയർ എനിക്ക് ഒന്ന് 49% ആയിരിക്കും. കാരണം 51 ഗവൺമെന്റ് തന്നെ 51. ഈ 49-ലെ മേജർ സ്റ്റേക്ക് ഹോൾഡർ ലുലു. ഈ ലുലു യൂസഫ് അലിക്ക് ഹെലിപാഡിനോ എന്തൊക്കെയോ ഒരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഹീസ് ഗിവിംഗ് റെന്റ് ആർ സംതിങ് ലൈക്ക് ദാറ്റ്. സർ, ഈ PPP-നെ പറ്റി ഒരുപാട് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഈ വർക്ക് നടക്കുന്നതിന്റെ എഗ്രിമെന്റ്സ് ഒക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? വർക്ക് അഗ്രിമെന്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ലെങ്തി സബ്ജക്റ്റാണ്. സർക്കാരിന്റെ വർക്ക് അഗ്രിമെന്റ് അതിന്റെ ഒരു മോഡിഫൈഡ് വെർഷനാണ് PPP-ക്ക് കൊടുക്കുന്നത്. കാരണം പ്രൈവറ്റ് കൺസെഷണറീസ് ആൾസോ ദെയർ ഹിസ് റെസ്പോൺസിബിലിറ്റി, റിസ്ക്കും റെസ്പോൺസിബിലിറ്റി ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന് കുറേ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഇതെല്ലാം ചേർത്ത് വേറൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ ഗവൺമെന്റ് സാധാരണ വർക്ക് ടെൻഡർ ചെയ്ത് കോൺട്രാക്ടർ കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ജാക്ക് കൺസ്ട്രക്ഷൻ തന്നെ വർക്ക് ചെയ്ത് എടുക്കുന്ന രീതി അങ്ങനെയൊക്കെ ഉണ്ട്. അതും PPP-യും ഫെഡി കണ്ടീഷൻ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പൊ ഇത് PPP-യുടെ ഒരു ജനറൽ ആമുഖമായിട്ടുള്ള ഇത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ആമുഖമായിട്ട് അറിയേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കും. വേറൊന്നുമില്ല സാർ, നമുക്കപ്പം അടുത്ത വീഡിയോസിൽ ഇതിന്റെ ബാക്കി പോർഷൻ നമുക്ക് അതെ ഈ PPP-യുടെ ഹയർ എഗ്രിമെന്റും ഹയർ കാര്യങ്ങളും സംസാരിക്കും. ഓക്കെ, അപ്പൊ